പിണറായി വിജയൻ അറിയാതെ ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകം നടക്കില്ല എന്ന് ആവർത്തിച്ച് കെ രമ. അന്നത്തെ പാർട്ടി സെക്രട്ടറി, ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുവാദം കൊടുക്കാതെ ആ കൊലപാതകം നടക്കില്ല. അദ്ദേഹം വിചാരിച്ചിരുന്നുവെങ്കിൽ ആ കൊലപാതകം നടക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സംഭവത്തിൽ പ്രധാനയാൾ പിണറായി വിജയൻ തന്നെയാണ് എന്നാണ് ഇപ്പോഴും താൻ വിശ്വസിക്കുന്നത് എന്നും കെ രമ ന്യൂസ് 18 Q18 പറഞ്ഞു. CPM ആസൂത്രിത സൈബർ ആക്രമണം തനിക്കെതിരെ തുടരുകയാണെന്നും രമ ആരോപിച്ചു. MLA ആയതിനു ശേഷം പിണറായി വിജയനോട് അകൽച്ച കുറഞ്ഞിട്ടുണ്ട്? ഒരിക്കലും. ഞാൻ ഇതുവരെ പിണറായി വിജയൻ എന്ന് പറയുന്ന ആളുടെ അടുത്തേക്ക് പോയിട്ടില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം അവിടെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ല. എന്താണ് എൻ്റെ മനസ്സിൽ പിണറായി വിജയൻ ഉള്ളത് അത് അതേപോലെ ഇപ്പോഴും നിൽക്കും. ഇതിനൊന്നൊരു മാറ്റം. ഒരു പക്ഷെ ഒരു വിദ്വേഷം അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാന്ന് പറയാൻ പറ്റുന്നില്ല എനിക്കത്. അതെനിക്കും അങ്ങനെ പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു വിദ്വേഷമാണോ ഞാൻ ഒരു കാര്യം ഉറപ്പാണ്, ചന്ദ്രശേഖരൻ്റെ എൻ്റെ ജീവിത സഖാവിൻ്റെ ഇല്ലാതാക്കിയതിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് അനുവാദമുണ്ട്, അദ്ദേഹം അറിയും. അതെൻ്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊലപാതകം നടക്കില്ലായിരുന്നു. അദ്ദേഹമാണ് അതിനകത്ത് പ്രധാന ആള് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനെ വിശ്വസിക്കാൻ തക്ക ഒരുപാട് കാരണങ്ങൾ എൻ്റെ അടുത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ആ ഒരു ചിന്ത തന്നെയാണ് എപ്പോഴും ഉള്ളത്, അന്നും ഇന്നും എപ്പോഴും. സൈബർ ആക്രമണങ്ങൾ വല്ലാതെ വന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അതൊക്കെ അവസാനിച്ചോ? ഒരിക്കലും ഇല്ല, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന് വളരെ മോശമായിട്ട് കമൻറ്റുകളൊക്കെ ഇപ്പോഴും വന്നുകൊണ്ടേയിരിക്കുന്നു. അത് നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് മാത്രം. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഇതുപോലെ ഒരു സ്ത്രീയെ ആക്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമായിരിക്കും. പലരും നേരിടുന്നുണ്ട്, ഇല്ല എന്നല്ല. സ്ത്രീകൾ ഒരുപാട് പൊതുരംഗത്ത് സജീവമായി നിൽക്കുന്ന, സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന, സ്വതന്ത്രമായ വ്യക്തിത്വമുള്ള ആളുകളെയൊക്കെ പലതരത്തിൽ അവർ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ആ പാർട്ടിയിൽ നിന്ന് പുറത്തു വന്നു എന്നതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ചന്ദ്രശേഖരന് ശേഷം വന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ പേരിലുള്ള ഒരുപാട് പ്രശ്നങ്ങളെ നേരിടേണ്ടിയിരുന്നു. ഒരു സ്ത്രീയെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഒരു ടൗണിൽ കൂടെ വേഷം കെട്ടിച്ച് നടത്തി ആഹ്ലാദ നൃത്തം നടത്തിയത് വേറെ എവിടെയും നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു മാക്സി ഇട്ട് മുലക്കച്ച കെട്ടി മുഖംമൂടി വെച്ച് ഒരു ടൗണ് മുഴുവൻ യാത്ര അല്ലേ എന്തിൻ്റെ കാരണത്തിൽ? അന്നത്തെ തെരഞ്ഞെടുപ്പിൽ 2016 തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിച്ചത് 4ാമത്തെ കക്ഷിയായിട്ടാണ്. 1ാമത്തത് CPM, 2ാമത്തത് കോൺഗ്രസ്, 3ാമത്തത് BJP, 4ാമതായിരുന്നു RMP. പക്ഷേ ഞങ്ങൾ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ്, ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് മാത്രമാണ് അന്ന് CPM അവിടെ ജയിച്ചത്, LDF വടകര മണ്ഡലത്തിൽ ജയിച്ചത്. അന്ന് ഞങ്ങൾ UDF ഇന്ന് ഞങ്ങൾ എടുത്ത നിലപാട് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ CPM അന്നും ജയിക്കില്ല, അന്ന് LDF ജയിക്കില്ല, അവിടെ കോൺഗ്രസ് ജയിക്കുള്ളൂ. പക്ഷെ അന്ന് ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ടാണ് അന്ന് അവിടെ ജയിച്ചത്. എന്നിട്ടും രണ്ടാമത് തോറ്റ UDFനെതിരെയല്ല, തോറ്റ BJPക്കെതിരെയല്ല അവിടെ പ്രകടനം നടത്തിയത്, RMPക്കെതിരെ, KK രമയ്ക്കെതിരെ പ്രകടനം നടത്തിയത്. അത് വളരെ ആഭാസകരമായ നൃത്തം വെച്ചുകൊണ്ട് ചവിട്ടിക്കൊണ്ട് എന്ത് നടപടി എടുത്തു? എവിടെ ചോദിച്ചു? ആ ആൾക്കാരൊക്കെ ഇപ്പോഴുണ്ടല്ലോ, DYFയിലും പാർട്ടിയിലൊക്കെ ഉള്ള ആളുകളായിരുന്നല്ലേ. അതാണ് ആ പാർട്ടിക്കെതിരെ നിൽക്കുന്ന ആളുകളെ ഈ തരത്തിലേക്ക് ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അവർ എക്കാലത്തും സ്വീകരിച്ചു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപർണ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അപർണയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കെ രമ ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ അറിയാതെ ഇതൊന്നും നടക്കില്ല എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് കെ രമ. എങ്ങനെ കാരണം, എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായി പറഞ്ഞു വെച്ചത്? വ്യക്തിപരമായ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് കൂടിയാണ് കെ രമ ആ രീതിയിലേക്കുള്ള ഒരു പരാമർശത്തിലേക്ക് വീണ്ടും കടന്നിരിക്കുന്നത്. രഞ്ജിനി, അതങ്ങനെ വേണം പറയാൻ. UDF MLA-മാരോട് ഇല്ലാത്തൊരു വിവേചനം കെ രമയോട് ഉണ്ട് എന്നുള്ള ഒരു രീതിയിലുള്ള അഭിപ്രായങ്ങൾ പലതവണ, ആ ഒരു പരിഭവം പലപ്പോഴും കെ രമ മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവെച്ചതാണ്. ആ രീതിയിലുള്ള ഒരു നിലപാട് ഇപ്പോഴും ഉണ്ടോ എന്നതിൽ അതിലേറെ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് എങ്ങനെയാണ് MLA ആയതിനു ശേഷം പിണറായി വിജയനുമായിട്ടുള്ളൊരു ബന്ധം? കാരണം പലപ്പോഴും ഈ
വിഷയത്തിനകത്ത് പിണറായിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്ന ഒരാളാണ് കെ കെ രമ. മുൻപും മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം പിണറായി വിജയൻ, അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ നടക്കുകയില്ല എന്നുള്ള വിശ്വാസമാണ് തനിക്കുള്ളത്. അങ്ങനെ തന്നെയാണ് താൻ കരുതുന്നത്. കാരണം പാർട്ടി സെക്രട്ടറി അനുവാദം കൊടുക്കാതെ ആ കൊലപാതകം നടക്കില്ല. അദ്ദേഹം വിചാരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ കൊലപാതകം ഒഴിവാക്കാൻ തന്നെ കഴിയുമായിരുന്നു. അതുകൊണ്ട് ആ ഒരു ചിന്തയിൽ തനിക്ക് യാതൊരു വ്യത്യാസവുമില്ല എന്ന് വീണ്ടും ആവർത്തിക്കുന്നു. താൻ ഇതുവരെ ഏതെങ്കിലും ഒരു ഭരണപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്ക് പോലും, ഒരു ആവശ്യങ്ങൾക്ക് പോലും പിണറായി വിജയന്റെ അടുത്തേക്ക് പോയിട്ടില്ല, അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല. ആ അകൽച്ച എല്ലാ കാലത്തും നിൽക്കുകയാണെന്ന് പറയുന്നിടത്തും വലിയ രീതിയിലുള്ള വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നു. ആ വിമർശനം എന്ന് പറയുന്നത് പിണറായി വിജയനോട് മാത്രം, മുഖ്യമന്ത്രിയോട് മാത്രമുള്ള വിമർശനമല്ല, CPM എതിരെയുള്ള വിമർശനങ്ങൾ ആവർത്തിക്കുകയാണ്. തനിക്കെതിരെ സൈബർ ആക്രമണം ഇപ്പോഴും തുടരുകയാണ്. അത് ഏത് രീതിയിലാണ് തനിക്കെതിരെ ഇലക്ഷൻ സമയത്ത് നടന്നിരുന്നത് അതേ രീതിയിലുള്ള പ്രചാരണങ്ങൾ ഇപ്പോഴും നടക്കുന്നു. ആ രീതിയിലുള്ള പ്രചാരണം നടത്തുന്നവരെ പാർട്ടി സംരക്ഷിക്കുന്ന സാഹചര്യമാണുള്ളത്. അവരെല്ലാം DYFI അടക്കമുള്ള പ്രധാനപ്പെട്ട സംഘടനകളുടെ പ്രധാന ചുമതലകൾ വഹിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുമുണ്ട്. അതായത് ആസൂത്രിതമായിട്ടുള്ള സൈബർ ആക്രമണം തനിക്കെതിരെ ഇപ്പോഴും തുടരുകയാണ്. അത് CPM അറിഞ്ഞുകൊണ്ട് നടത്തുന്ന ഒന്നാണ് എന്ന് പറയുന്നിടത്ത് ഇതുവരെ പറഞ്ഞു വന്നിട്ടുള്ള എല്ലാ നിലപാടുകളിലും താൻ ഉറച്ചു നിൽക്കുകയാണ്. 2 വർഷത്തെ നിയമസഭാ കാലയളവ് കൊണ്ട് ആ നിലപാടുകളിലൊന്നും താൻ വെള്ളം ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ അതിലൊന്നും അയവ് വരുന്നില്ല. CPMനോടുള്ള തന്റെ നിലപാട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന നിലപാടുകളിൽ എന്ത് നിലപാടാണോ ഇതുവരെ സ്വീകരിച്ചത് അതേ നിലപാട് തന്നെ താൻ ഇപ്പോഴും തുടരുന്നു എന്നുകൂടി ആവർത്തിച്ചു പറയുകയാണ് കെ കെ രമ. രഞ്ജിനി. യെസ്, എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ അപർണ, ഇത് വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം. പിണറായി തന്നെയാണ് പല ഘട്ടങ്ങളിൽ, പല കാലങ്ങളിൽ കെ കെ രമ അതിനുശേഷം, ആ സംഭവത്തിന് ശേഷം ഇത് ആവർത്തിച്ച് പറഞ്ഞ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോഴിത് അപർണയ്ക്ക് നൽകിയ അഭിമുഖത്തിലും അത് കൃത്യമായി ഒന്നുകൂടി വ്യക്തിപരമായി കൂടി കെ കെ രമ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വീണ്ടും ഒരു സജീവ ചർച്ചയിലേക്ക് കൂടി എത്തുകയല്ലേ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു പക്ഷേ ആ രീതിയിലേക്കുള്ള ഒരു വിവാദത്തിലേക്ക് ഇത് കൊണ്ടുപോകണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലല്ല കെ കെ രമ അത് പറഞ്ഞത്. എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും കെ കെ രമയ്ക്കെതിരെ പല തവണ പ്പെട്ട സൈബർ ആക്രമണങ്ങൾ, അത്തരം പ്രചാരണങ്ങൾക്കെല്ലാമുള്ള മറുപടി, തന്നോടുള്ള TPയോടുള്ള വൈരാഗ്യം അത് തന്നോടും തുടരുന്നു. അത് CPM നിരന്തരമായി ചെയ്യുന്നു എന്ന് ആവർത്തിക്കാൻ വേണ്ടിയാണ് കെ കെ രമ അത് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാകും, അത് തന്നെയാണ് താൻ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണ 19 ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 20 ഉയരും എന്നുള്ളൊരു രീതിയിലുള്ള പരാമർശം നടത്തുന്നു. പക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഇനിയൊരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു വിഷയമായി വരും എന്നുള്ളൊരു ആ രീതിയിൽ RMP വിലയിരുത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണമോ അല്ല കെ കെ രമയുടെ ഭാഗത്ത് നടത്തിയിരിക്കുന്നത് എന്നുകൂടി വേണം പറയാൻ. പക്ഷേ നിലപാടുകളിൽ തനിക്ക് വ്യത്യാസമുണ്ടാകുന്നില്ല. അതൊരു വ്യക്തിപരമായ ഒരു നേതാവ് എന്ന രീതിയിൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള തൻ്റെ നിലപാടിൽ മാറ്റമുണ്ടാകുന്നില്ല എന്നുകൂടി പറയാൻ വേണ്ടിയിട്ടാണ്. സ്വാഭാവികമായിട്ടും ഈ രീതിയിൽ പല രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രചാരണങ്ങൾ രമയ്ക്ക് നേരെ ഉണ്ടാകുമ്പോൾ UDF നേതാക്കളടക്കം എപ്പോഴും ആവർത്തിച്ചു പറയുന്ന ഒരു വിഷയമാണ്. പക്ഷേ അതൊരു തെരഞ്ഞെടുപ്പ് തലത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഒരു ചർച്ചയിലേക്ക് കടക്കുമോ എന്നെല്ലാം കണ്ടറിയേണ്ടിയിരിക്കുന്നു. രഞ്ജിനി. ശരി, അപർണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ന്യൂസ് റൂമിലെ